1531 ഡിസംബർ 9 വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ പോയ ജുവാൻ ഡിഗോയ്ക്കാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. എൻ്റെ മകനെ, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു പള്ളി പണിയണമെന്നും ഇക്കാര്യങ്ങൾ അവിടുത്തെ മെത്രാനെ അറിയിക്കണമെന്നും പറഞ്ഞു ജുവാൻ ഡിസംബർ 10 വീണ്ടും മെത്രാനെ കാണാൻ പോയി. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് കേട്ട ബിഷപ്പ് അത് സത്യമാണെന്ന് ഉറപ്പിക്കാൻ ഒരു അടയാളം ആവശ്യപ്പെട്ടു. അടുത്ത ദിവസം ഡിസംബർ 12 മരിച്ചുകൊണ്ടിരിക്കുന്ന അമ്മാവനെ അന്ത്യകൂദാശ നൽകാൻ ഒരു വൈദികനെ വിളിക്കാൻ അവൻ ഓടുകയായിരുന്നു. പരിശുദ്ധ അമ്മയെ കാണാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം അവൻ വേറെ ഒരു വഴിയിലൂടെയാണ് പോയത്. ആശ്ചര്യമെന്ന് പറയട്ടെ, ആ വഴിയിൽ കാത്തുനിന്ന അമ്മ അവൻ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു. അവൻ തിരക്കിലാണെന്നും മരിക്കാറായ അമ്മാവിന് വേണ്ടി ഒരു പുരോഹിതനെ വിളിക്കാൻ പോകുകയുമാണെന്ന് പറഞ്ഞു. അമ്മ മാതൃസ്നേഹത്താൽ നിറഞ്ഞ് അവനോട് പറഞ്ഞു, ഒന്നിലും വിഷമിക്കേണ്ട എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമകനെ, ഞാനിവിടെയില്ലേ നിന്റെ അമ്മ. അമ്മാവിനെ കുറിച്ച് വിഷമിക്കേണ്ട, ഈ നിമിഷം അയാൾ സുഖപ്പെട്ടു കഴിഞ്ഞു. നീ എന്നെ കണ്ട ആ കുന്നിൻ ചെരുവിലേക്ക് പോകൂ. അവിടെ കുറച്ച് പൂക്കൾ നീ കാണും. എന്തൊരു വിസ്മയം! മഞ്ഞുമൂടിയ പാറപ്പുറത്ത് പലതരം ഭംഗിയാർന്ന പൂക്കൾ സമൃദ്ധമായി വിരിഞ്ഞു നിൽക്കുന്നു. സമയം കളയാതെ അവന്റെ ഏപ്രിലിൽ നിറയ്ക്കാവുന്നത്രയും പൂക്കൾ അവൻ നിറച്ചു. ബിഷപ്പിനടുത്തേക്ക് ഓടിച്ചെന്ന ജുവാൻ ഒറ്റ ശ്വാസത്തിൽ എല്ലാം പറഞ്ഞു. കാസ്റ്റിൽ പൂക്കൾ. താൻ മനസ്സിൽ വിചാരിച്ചിരുന്ന അടയാളം. അടുത്തു നിന്നിരുന്നവർ പെട്ടെന്ന് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു. ജുവാനിന്റെ ഏപ്രിലിൽ പരിശുദ്ധ അമ്മയുടെ മനോഹര ഒരു ചിത്രം പതിഞ്ഞിരിക്കുന്നു. ഒരു കരച്ചിലോടുകൂടി എല്ലാവരും കൈകൂപ്പിക്കൊണ്ട് മുട്ടിന്മേൽ വീണു. മനുഷ്യവൈദ്യത്തിന്റെ ഉൽപ്പന്നമല്ലാത്ത ആ ചിത്രം ഒരിക്കലും മങ്ങിയില്ല. പരുക്കൻ തുണി കൊണ്ടുള്ള ആ ഏപ്രൺ കുറച്ച് ദശാബ്ദങ്ങൾ കൊണ്ട് ചുരുങ്ങിപ്പോകേണ്ടതായിരുന്നു. പക്ഷേ 5 നൂറ്റാണ്ടുകൾക്കിപ്പുറവും മെക്സിക്കോയിൽ ആ മലയാളി വാരത്ത് ആ ബസിലിക്കയിൽ അത് ഒരു മാറ്റവുമില്ലാതെ നിൽക്കുന്നു.